അങ്ങനെ ഒരു ഓണക്കാലം കൂടി കഴിഞ്ഞല്ലേ. ഞങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ മാവേലി തമ്പുരാനെ പടിക്കലിൽ നിന്ന് അകത്തേക്ക് സ്വീകരിക്കുന്നത് ഈ രീതിയിലാണ്. തലേ ദിവസം തറയിൽ ചാണകം എല്ലാം മെഴുകി വയ്ക്കും. പിറ്റേന്ന് അതിരാവിലെ തന്നെ അരിമാവ് കൊണ്ട് കോലം വരച്ചും അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള പാതയിൽ തുമ്പക്കുടം കൊണ്ട് അലങ്കരിക്കുകയും മാവേലി തമ്പുരാനെ വിളക്ക് കൊളുത്തി സ്വീകരിക്കുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് കഴിക്കാനായി അടയും പഴവും നൽകും. നീയൂട്ടിന് എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ. അവൻ്റെ ഫസ്റ്റ് ഓണാണ്. അവൻ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ എഴുന്നേറ്റ് വേഗം അടുക്കളയിൽ കയറി അമ്മയെ കുറച്ച് സഹായിച്ചു. കാലമായിട്ട് നല്ല കോളായിരുന്നു. രണ്ടുപേർക്കും പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ട് നല്ലപോലെ ബുദ്ധിമുട്ടി ഒരാഴ്ച. ഫോൺ സൈഡിൽ വയ്ക്കുന്നത് കണ്ട് ഇതും ഷൂട്ട് ചെയ്തിടാൻ പോവാണോ എന്ന് അമ്മയുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് ഒരു പാട്ടൊക്കെ പാടി പാചകം ചെയ്യുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ രാവിലെ തന്നെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വന്നായിരുന്നു കേട്ടോ. 1 മണിയായപ്പോഴേക്കും ഞങ്ങളുടെ സദ്യയൊക്കെ റെഡി. ആദ്യം പിള്ളേർക്ക് വിളമ്പി കൊടുത്തു. രണ്ടുപേരും കഴിക്കാനൊന്നുമല്ല, എങ്കിലും ഒരു രസം. കുറേ പപ്പടമൊക്കെ അവിടെ പൊടിച്ചിട്ട് പിന്നെ അതിൽ കിടന്ന് മെഴുകാൻ തുടങ്ങി നീയൂട്ടൻ. അവൻ്റെ ആദ്യത്തെ ഓണസദ്യയാണ് കേട്ടോ. നമ്മുടെ അച്ചാച്ചന് ഏകദേശം 95 വയസ്സായി. ആൾക്കിപ്പോൾ തീരെ വയ്യ നടക്കാനൊന്നും. എല്ലാ വിശേഷപ്പെട്ട ദിവസങ്ങളും ഞങ്ങളുടെ വീട്ടിൽ നിന്നായിരിക്കും അച്ചാച്ചൻ ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്ക്. ഇത്തവണ അത് മുടക്കിയില്ല, കാറിൽ പോയി കൊണ്ടുവന്നു. ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ ഓണക്കോടിയൊക്കെ എടുത്ത് ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് ഞങ്ങൾ ഓണം ആഘോഷിച്ചത്. നിങ്ങൾ ഓണം എങ്ങനെയായിരുന്നു?